ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ദിവസമായി എന്നൊന്നും ഞാൻ പറയുന്നില്ല, കുറച്ച് ദിവസമായിട്ടുള്ളൂ ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ഇടാൻ പോകുന്നത് അണ്ടർ നീ ലെങ്ത് ടോപ്പിനെ കുറിച്ചിട്ടാണ്. കുറേ ആയിട്ടോ ഞാൻ അണ്ടർ നീ ലെങ്ത് ടോപ്പ് ഇട്ട് തുടങ്ങിയിട്ട്. ഫസ്റ്റൊക്കെ അതായിരുന്നു, പിന്നെ കുർത്ത സെറ്റും കൂടി, പിന്നെ ഫുൾ കുർത്ത സെറ്റ് ആയിരുന്നു. അല്ലെങ്കിൽ ബേബി ഹോൾ ഡ്രസ്സ്, ബേബി കിഡ്സ് വിയർ ഹോൾ, അങ്ങനത്തെ വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞാൻ വിചാരിച്ചു അണ്ടർ നീ ലെങ്ത് ചെയ്തിട്ട് കുറേ ദിവസമായി, അപ്പോൾ അണ്ടർ നീ ലെങ്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് നീ ലെങ്ത് ചെയ്യണ്ട, കുറച്ച് തോനെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഫസ്റ്റ് ഡ്രസ്സ് ഏതാന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ അണ്ടർ നീ ലെങ്ത്തിൻ്റെ ഇതാണ്. ഞാൻ പൊട്ടിച്ചോന്ന് ചോദിച്ചാൽ പൊട്ടിച്ചു. മെറ്റീരിയൽ ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കി, ഫുള്ളായിട്ട് അങ്ങ് ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോൾ അടിപൊളി ഡ്രസ്സാണ് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് ഡ്രസ്സ് ഇതാട്ടാ, ഇതാണ് ഫസ്റ്റ് ഡ്രസ്സ് വന്നിട്ട്. ഇവിടെ ഇങ്ങനെ ലേസ്, രണ്ട് ത്രെഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ടൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പഫ് സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, ഇതേപോലത്തെ ഒരു ഡ്രസ്സ് ഞാൻ മുന്നേ ഇട്ടിരുന്നു. ബ്ലൂ തന്നെയാണ്, മുന്നേ മീഷോന്ന് എടുത്തത് തന്നെയാണ്. ഞാൻ വീഡിയോസിലൊക്കെ ഇടാറുണ്ട്. അപ്പം അത് നോട്ടീസ് ചെയ്തവർക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ, അത് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ പിക്ചർ ഇത് ഇവിടെ കൊടുക്കാം കേട്ടോ. ഈ ഒറിജിനൽ പിക്ചർ ഇത് ഞാൻ ഇവിടെയും കൊടുക്കാം. അപ്പം അത്ര വലിയ വ്യത്യാസമൊന്നുമില്ല, ലെങ്ത്തിലാണെങ്കിലും മോഡലിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഒരേപോലെ തന്നെയാണ് കാണാനുള്ളത്. മോഡലിൻ്റെ കാര്യത്തിലൊക്കെ ഒരേപോലെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് കേൾക്കുമ്പോൾ നിങ്ങൾ നെട്ടും. 349 രൂപയ്ക്കാണ് കേട്ടോ ഞാൻ ഈ ഡ്രസ്സ് വാങ്ങിയിട്ടുള്ളത്. 349 രൂപക്ക് അടിപൊളി ഡ്രസ്സാണ് കേട്ടോ. ട്രസ്റ്റ് മീ, അടിപൊളി ഡ്രസ്സാണ്. മെറ്റീരിയൽ വന്നിട്ട് റയോൺ മെറ്റീരിയൽ ആണ്. നമുക്ക് തൊടുമ്പോൾ ഒരു കോട്ടൺ പോലെ തോന്നുന്നുണ്ട്, പക്ഷെ റയോൺ തന്നെ ആയിരിക്കും. പിന്നെ കുറച്ച് സ്റ്റിക്കായിട്ട് നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അത് വാഷ് ചെയ്താൽ ചിലപ്പോൾ ശരിയാവുമായിരിക്കും. ഓക്കെ, പിന്നെ ഞാൻ എടുത്തിട്ടുള്ള സൈസ് സ്മോൾ ആണ്. പിന്നെ ഇത് XS തൊട്ടിട്ട് XXL വരെ ഇതിൻ്റെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ സ്ലീവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, പഫ് സ്ലീവ് ആണ്. പിന്നെ 3/4 സ്ലീവ് ആണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു എന്താ പറയാ, ഒരു ഞൊറി പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവും എന്നറിയില്ല. പഫ് സ്ലീവ് ആണല്ലോ, അപ്പോൾ അത് ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഹാഫ് പോർഷൻ വരെ പ്ലെയിൻ ആയിട്ടും, പിന്നെ ഇവിടുന്ന് ഹാഫിൻ്റെ അവിടെ നിന്ന് ലൂസിൽ കിടക്കുന്ന രൂപത്തിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ലൈനിങ്ങും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, പക്ഷെ അതിൻ്റെ കാര്യമില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഉൾവശത്ത് എങ്ങനെയാണ് കേട്ടോ. എന്തായാലും നല്ല ഭംഗിയുണ്ട് ഡ്രസ്സ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോഡോ ലിങ്കോ ഞാൻ എന്താണെന്ന് വെച്ചാൽ കമൻറ്റിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കൊടുക്കാം. ഇനി കൊടുക്കാൻ മറന്നുപോയി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഡ്രസ്സിനെ കുറിച്ച് വേറെ ഒന്നും പറയാനില്ല എന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ എന്തെങ്കിലും ഇനി ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റിൽ അറിയിക്കാം കേട്ടോ. ഈ ഡ്രസ്സ് 349 രൂപൻ്റെ ആണെങ്കിലും ഞാൻ വാങ്ങിയ സമയത്ത് 348 രൂപക്കാണ് കേട്ടോ കിട്ടിയത്. ലിറ്റിൽ ബിറ്റ് വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. അപ്പോൾ രണ്ടാമത്തെ ഡ്രസ്സ് എന്താണെന്ന് നോക്കാം. ഇതാണ് രണ്ടാമത്തെ ഡ്രസ്സ്. ഇതും ഞാൻ പൊട്ടിച്ചിട്ട് മെറ്റീരിയലൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഇതാണ് ഡ്രസ്സ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ലേസൊക്കെ കൊടുക്കുന്നുണ്ട്. ക്വാളിറ്റീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. ക്വാളിറ്റി ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള പോലെ തോന്നുന്നുണ്ട്. പക്ഷേ ഇത് പോളിസ്റ്റർ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. മെറ്റീരിയൽ തൊടുമ്പോൾ പോളിസ്റ്റർ ആണോ അതിൽ നിന്ന് ചോദിച്ചാൽ റയോൺ എന്നാണ് അവർ കൊടുത്തിട്ടുള്ളത്, പക്ഷെ നമുക്ക് തൊടുമ്പോൾ പോളിസ്റ്റർ പോലെ തോന്നുന്നുണ്ട്. പിന്നെ അത് യൂസ് ആക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പറ്റുള്ളൂ. റയോൺ ആണെങ്കിൽ കേട് വരത്തൊന്നുമില്ല, പിന്നെ ചൂടാണ്, അൺസൈക്കബിൾ. അപ്പോൾ അത് ഞാൻ നോക്കിയിട്ട് യൂസ് ആക്കിയതിന് ശേഷം റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഈ ഡ്രസ്സ് ഞാൻ ഉൾപ്പെടുത്തിയിട്ട് പറയാം കേട്ടോ എന്താ പ്രശ്നം ഉണ്ടോ എന്നുള്ളത്. പിന്നെ ഇത് എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല. ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞപ്പോഴും വലിയ കംഫർട്ടബിൾ ആണ്, പക്ഷെ കാണാനൊരു ഗുമ്മില്ലാത്ത പോലെ തോന്നി. അപ്പം അത്രയും ബോറാണെങ്കിൽ ഞാൻ റിട്ടേൺ ചെയ്യും. അപ്പം ഇഷ്ടമായെങ്കിൽ മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ. ഇത് റിട്ടേൺ അവൈലബിൾ ആണോ എന്ന് അറിയില്ല കേട്ടോ. റിട്ടേൺ അവൈലബിൾ ആണെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഡ്രസ്സിനെ കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ,
ഇതിൻ്റെ പ്രൈസ് 324 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട്. പിന്നെ ഇത് സ്മോൾ തൊട്ടിട്ട് XXL വരെയാണ് കേട്ടോ ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇതിൽ കൊടുത്തിട്ടുള്ള മെറ്റീരിയൽ റയോണിനാണ് കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് സ്മോൾ ആണ് ഞാൻ എടുത്തിട്ടുള്ള സൈസ്. പക്ഷെ എനിക്ക് ലിറ്റിൽ ബിറ്റ് ലൂസ് തന്നെയാണ് കേട്ടോ. ഇത് സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ ശരിയാക്കി വേണം. പിന്നെ ഇതും 3/4 സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ എൻഡ് പോർഷനിൽ ലേസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും എൻഡ് പോർഷനിൽ ലേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ ഫ്ലോറൽ പ്രിന്റ് ഒക്കെ വന്നിട്ട് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. കളർഫുൾ ആയി പോയി, അതാണ് ഡ്രസ്സ്. സിമ്പിൾ ആയിട്ട് തോന്നുന്നില്ല, കുറച്ച് ഹെവി ആയ പോലെ തോന്നുന്നുണ്ട് ഡ്രസ്സ് കാണുമ്പോൾ. പിന്നെ നേരത്തെ സ്ലീവ് പോലത്തെ ഒരു സ്ലീവ് ഒന്നുമല്ല, പഫ് സ്ലീവ് ഒന്നുമല്ല, ഇത് നോർമൽ ഒരു സ്ലീവ് ആണ്. എൻഡിൽ ലേസ് കൊടുക്കുന്നത് മാത്രം കേട്ടോ. ഇതും അണ്ടർ നീ ലെങ്ത് ടോപ്പാണ്. അപ്പൊ ഞാൻ ഇത് വാങ്ങിയ സമയത്ത് 324 രൂപയായിരുന്നു. ഇപ്പോഴും 324 രൂപയിലാണ് നിൽക്കുന്നത്. അപ്പോൾ പ്രൈസിൽ ഇത്തിരി പോലും വേരിയേഷൻ സംഭവിച്ചിട്ടില്ല എന്ന് ആലോചിക്കുമ്പോൾ സന്തോഷമുണ്ട്. ഇനി ഇത് എനിക്ക് ഇഷ്ടമായി, കംഫർട്ടബിൾ ആണെങ്കിൽ ഞാൻ ഇതെടുക്കും. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ കണ്ടില്ലേ, ഇതും കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നി, അടിപൊളിയായിട്ട് തോന്നി. അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ആ ഡ്രസ്സിലും എന്തെങ്കിലും പറയാനോ വിട്ടുപോയിട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് മൂന്നാമത്തെ ഡ്രസ്സ് എന്താണെന്ന് നോക്കാം കേട്ടോ. മൂന്നാമത്തെ ഡ്രസ്സ് ഭയങ്കര ആഗ്രഹിച്ച് വാങ്ങിയതാണ് ഞാൻ. ഇതൊക്കെ ഇട്ടിട്ടുള്ള വീഡിയോസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആഗ്രഹിച്ച് വാങ്ങിയതാണ്. കാരണം ഇപ്പോൾ ഒരുപാട് പേര് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ യൂസ് ചെയ്യുന്ന കണ്ടപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. പക്ഷേ ഇത് ഇട്ടപ്പോൾ വലിയ സാറ്റിസ്ഫൈഡ് ആയില്ല. ഇനി അതൊന്ന് ഷേപ്പൊക്കെ ചെയ്യാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഒന്ന് ഷേപ്പൊക്കെ ചെയ്തിട്ട് ഒന്ന് സെറ്റായതിന് ശേഷം ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഇതാണ് ഡ്രസ്സ് കേട്ടോ. ഫോട്ടോയിൽ കണ്ടപ്പോൾ അതേപോലെ തന്നെയാണ്, കാണാനും വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ മെറ്റീരിയലാണ്. ഞാൻ എടുത്തിട്ടുള്ളത് സ്മോൾ സൈസാണ്. പിന്നെ ഇതൊരു കോളർ നെക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ സ്ലീവ്ലെസ് ആണ് വന്നിട്ടുള്ളത്. ഫുൾ ബട്ടൺസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും, ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺസ് ആണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ടാങ്ക് ടോപ്പൊക്കെ ഇട്ടിട്ട് സ്ട്രഗ് പോലൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ കയ്യില്ലാത്തതുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. പിന്നെ താഴെ വരെ പ്ലെയിൻ ആയിട്ട് താഴെ വന്നിട്ട് കുറച്ച് വൈഡ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ഭംഗിയായി. പിന്നെ ഒരു ചെക്കാണ്, ഇത് ഫുൾ ചെക്കാണ് വർക്കായിട്ട് കൊടുത്തിട്ടുള്ളത്. മെറ്റീരിയൽ നല്ല കംഫർട്ടബിൾ ആണ്, കോട്ടൺ ആണല്ലോ, നല്ല നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിന്റെ പ്രൈസ് 387 രൂപയാണ്. 387 രൂപന്റെ ഒക്കെ വർത്ത് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. സൈസ് സ്മോൾ തൊട്ടിട്ട് XL വരെയാണ് കേട്ടോ ഇതിന്റെ സൈസ് വന്നിട്ട്. ഇതും അണ്ടർ നീ ലെങ്ത് ടോപ്പാണ്. പിന്നെ 357 രൂപക്കാണ് ഞാൻ വാങ്ങി. ഇതിലുള്ള 357 രൂപക്കാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ള പ്രൈസ്. പക്ഷെ ഞാൻ 368 രൂപക്കാണ് ഇത് വാങ്ങിയത്. അപ്പം ലാഭം തന്നെയാണ്. അപ്പം ഇതിൽ വേറെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് സ്കിപ്പ് ചെയ്ത് കാണുന്നവർക്കാണെങ്കിലും ഒന്ന് കമൻറ്റിൽ അറിയിച്ചാൽ മതി. പിന്നെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നോക്കുക മാക്സിമം. ഇന്ന് വന്നതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സാണ് അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത്. നല്ല ഭംഗി തോന്നിയൊരു ഡ്രസ്സാണ്. ഇതാണ് കേട്ടോ ഡ്രസ്സ് വന്നിട്ട്. നല്ല ഭംഗിയിൽ തോന്നി. നല്ല സ്ലീവൊക്കെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഈ സ്ലീവും കാണാൻ നല്ല രസമുണ്ട്. പിന്നെ എന്താ, നെക്കൊരു വീനെക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ പറയാനുള്ളത് സ്ലീവ് പഫ് സ്ലീവ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. പിന്നെ ഇതിൻ്റെ വർക്കൊക്കെ ഭയങ്കര സ്റ്റാൻഡേർഡായിട്ട് തോന്നി. നല്ല വലിയ ഡിസൈൻ ആയിരിക്കും ഇഷ്ടം. ഇപ്പോൾ കുഞ്ഞു പൂവൊക്കെ പോലത്തെ ഡിസൈൻ ആയിരിക്കും ഇഷ്ടം. പക്ഷെ എനിക്ക് കുറച്ചും കൂടി വലിയതായിട്ട് തോന്നിക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ പേഴ്സണലി. ചില സമയത്ത് ഈ ഡ്രസ്സ് കാണുമ്പോൾ ഇതിൽ വലുതാണ് മാച്ചായിട്ട് തോന്നുന്നത്. പിന്നെ നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത്തിരി ട്രാൻസ്പെറൻ്റ് ആണോ എന്നൊരു ഡൗട്ട് കിട്ടും. നമ്മൾ ഡ്രസ്സ് ഇടുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിടക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇട്ട് നോക്കിയാൽ ഇനി ഇത് മുഴുവനായിട്ട് പറയാൻ പറ്റുള്ളൂ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 364 രൂപയാണ്. സ്മോൾ തൊട്ടിട്ട് XXL വരെ ഉള്ളതാണ്. ഞാൻ എടുത്തിട്ടുള്ളത് മീഡിയമാണ്, അതുകൊണ്ടായിരിക്കും ഒരു ഇത്തിരി ലൂസായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ആ സമയത്ത് മീഡിയം ഉണ്ടാവുള്ളായിരിക്കും. തൊട്ടിട്ട് XXL വരെ ഉണ്ടായില്ല. പക്ഷേ സ്മോളും മീഡിയം അവൈലബിൾ അല്ല കേട്ടോ. അതിൻ്റെ സൈസ് അവൈലബിൾ അല്ല. അപ്പം ഇപ്പം ഞാൻ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം ഒന്ന് നോക്കി നോക്കാം. കാരണം ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കും.
ചില ഡ്രസ്സൊക്കെ അങ്ങനെയാണ്, ആവും പോവും, ആവും പോവും, അങ്ങനെയാണ്. അപ്പം അതൊന്ന് ഒന്നും കൂടി നോക്കിയിട്ട് വാങ്ങാൻ നോക്കുക കേട്ടോ. ഇതിന് മെറ്റീരിയൽ റയോൺ ആണ്. ഇന്ന് മേടിച്ച ഒരു ഡ്രസ്സ് മാത്രമേ കോട്ടൺ ഉള്ളൂ, ബാക്കിയൊക്കെ റയോൺ ആണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള മീഡിയ ആണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, പിന്നെ പറഞ്ഞു 3/4 സ്ലീവ് ആണ്, പഫ് സ്ലീവ് ആണ്, അതൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. പിന്നെ വീഡിയോ ഞാൻ വല്ലാണ്ട് ലാഗ് ചെയ്യുന്നില്ല, കാരണം ഇതിന്റെ പാർട്ട് 2 ആയിട്ട് ഞാൻ വീഡിയോസ് ഇടാം കേട്ടോ. കാരണം ലാഗ് ചെയ്താൽ ആൾക്കാർക്ക് കാണാൻ തോന്നത്തില്ല. അപ്പം ഞാൻ പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞിട്ട് ഇടാം. അപ്പോൾ ബാക്കി ഡ്രസ്സസ് കാണാൻ വേണ്ടിയിട്ട് ഇതിന്റെ പാർട്ട് 2 എന്തായാലും കാണാൻ നോക്കുക. പാർട്ട് 1 ഫുൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ നോക്കുക. അപ്പോൾ ബാക്കി ഡ്രസ്സുകളൊക്കെ പാർട്ട് 2 കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.